സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തറ ജനുസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. പാന്തറോ ലിയോ എന്നാണ് ശാസ്ത്രീയ നാമം. ബിഗ് കാറ്റ്സ് എന്നറിയപ്പെടുന്ന 4 ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാര വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യൻ ഗിർ വനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും അതുപോലുള്ള കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിൽ 20 വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട്. സാവന്നകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതലായും വസിക്കുന്നത്. ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട്. സിംഹങ്ങൾ സാമൂഹിക ജീവികളാണ്. ഒരു സിംഹക്കൂട്ടത്തെ പ്രൈഡ് എന്ന് വിളിക്കുന്നു. പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും, അതായത് കബ്, വളരെ കുറച്ച് പൂർണ്ണതയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ്. പെൺസിംഹങ്ങൾ കൂട്ടയായി വേട്ടയാടുന്നു. പ്രകൃതിയിലെ പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ, അതായത് അപെക്സ് പ്രെഡേറ്ററിൽ ഉൾപ്പെടുന്ന സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. എങ്കിൽ ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജികളായി മാറാറുണ്ട്. പരിക്കു മറ്റോ അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാകുമ്പോഴാണ് ഇവർ നരഭോജികളാകുന്നത്. വംശനാശം നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഇവർ പെടുന്നു. കഴിഞ്ഞ 2 ശതാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം 30 മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ട്. സംരക്ഷിത വനപ്രദേശങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും പുറത്ത് സിംഹങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവാണ്. സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വെളിവായിട്ടില്ല. ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടലും വേട്ടയാടലുമാണ് ഇതിന്റെ പ്രധാന കാരണം. റോമ സാമ്രാജ്യത്തിൽ വളരെയധികം സിംഹങ്ങളെ കൂട്ടിലടച്ചു വളർത്തിയിരുന്നു. ഗ്ലാഡിയേറ്റേഴ്സുമാരുമായി പൊരുതുന്നതിനായിരുന്നു ഇത്. വലിയ കുറ്റങ്ങൾ ചെയ്തവരെ സിംഹങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്നു. ഇവ ഒരുതരം ശിക്ഷാരീതിയാണ്. ഏഷ്യൻ ഉപവർഗത്തിൽപ്പെട്ട സിംഹങ്ങളുടെ എണ്ണം വളരെ കുറയാൻ ഇത് കാരണമായി. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗശാലകൾ ഏഷ്യൻ ഉപസിംഹവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പലതരം പ്രജനന പരിപാടികൾ നടത്തുന്നുണ്ട്. ആൺസിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നു. മനുഷ്യ സംസ്കാരത്തിൽ സിംഹം, പ്രത്യേകിച്ച് സിംഹത്തിന്റെ തല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു അടയാളമാണ്. പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങളിൽ ഇതിന് തെളിവ് നൽകുന്നു. സാഹിത്യത്തിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ചലച്ചിത്രങ്ങളിലും ദേശീയ പതാകകളിലും വരെ സിംഹത്തെ പലതരത്തിൽ പ്രതിദാനം ചെയ്യുന്നു. ഇന്ത്യയിൽ കടുവ ദേശീയ മൃഗമാകുന്നതിന് മുൻപ് സിംഹമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ 4 സിംഹങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പഴയ സിംഹ ഫോസിൽ ടാൻസാനിയയിൽ നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. 3.5 ദശലക്ഷം വർഷം പഴക്കമാണ് അതിനുള്ളത്. ശാസ്ത്രജ്ഞർ പലരും ഇത് സിംഹത്തിന്റെ ആവണമെന്നില്ലെന്നും സിംഹത്തോട് സാമ്യതയുള്ള മറ്റേതെങ്കിലും ജീവിയുടേതാകാമെന്ന അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ ഫോസിലിന് 1.5 ദശലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജനിതകപരമായിട്ടുള്ള പാന്തറ ജനുസ് മൃഗങ്ങളായ കടുവ, ജാഗുർ, പുലി എന്നിവ സിംഹത്തിന്റെ അടുത്ത ബന്ധുക്കളാണ്. ജനിതക പഠനത്തിലൂടെ ഈ ആധുനിക മൃഗങ്ങളിൽ ആദ്യം ഉരുത്തിരിഞ്ഞത് കടുവയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിംഹവും പുലിയും ഉരുത്തിരിഞ്ഞത് 1.2 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. പാന്തറ ലിയോ വർഗം മുൻപ് 1 ദശലക്ഷം വർഷത്തിനും 80,000 വർഷങ്ങൾക്കും ഇടയിൽ ആഫ്രിക്കയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവ പാന്തറ ലിയോ ഫോസിലിസ് എന്ന ഉപവർഗത്തിലായി യൂറോപ്പിലെത്തി. ഇവയിൽ നിന്നുമാണ് ഗുഹാസിംഹം എന്ന കേവ് ലയൺ ഉടലെടുക്കുന്നത്. പിന്നീട് അമേരിക്കൻ വൻകരകളിലെത്തിയ സിംഹങ്ങൾ പാന്തറ ലിയോ ആട്രോക്സ്, അതായത് അമേരിക്കൻ സിംഹമായി പരിണമിച്ചു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് അവസാന ഹിമയുഗ കാലത്ത് യുറേഷ്യയിൽ
അമേരിക്കയിലെയും സിംഹവർഗങ്ങൾ വംശനാശം സംഭവിച്ചു. സമീപകാലത്ത് ജീവിച്ചിരുന്ന സിംഹങ്ങളിലെ 12 ഉപവർഗങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വലിയ മാർജാര വർഗമാണ് സിംഹം. ശക്തമായ ശരീരവും ബലമുള്ള താടിയിലും നീണ്ട കോമ്പലുകളുമാണ് സിംഹത്തിന് വലിയ ഇരകളെ വേട്ടയാടാൻ സഹായിക്കുന്നത്. മഞ്ഞ മുതൽ കടുത്ത ബ്രൗൺ നിറം വരെ സിംഹങ്ങൾക്കുണ്ടാകാറുണ്ട്. ശരീരത്തിന്റെ അടിഭാഗം മുകൾ ഭാഗത്തെ അപേക്ഷിച്ച് ഇളം നിറമായിരിക്കും. വാലിന്റെ അറ്റത്തുള്ള രോമക്കൂട്ടം കറുപ്പു നിറത്തിലാണ്. സട ഇളം മഞ്ഞ മുതൽ കറുപ്പ് വരെ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വാൽ അവസാനിക്കുന്നത് ഒരു കൂട്ടം രോമങ്ങളിലാണ്. മാർജാര വംശത്തിൽ സിംഹത്തിന് മാത്രമേ ഇങ്ങനെ വാലിന്റെ അറ്റത്ത് രോമക്കൂട്ടമുള്ളൂ. ജനിക്കുമ്പോൾ ഇത് ഉണ്ടാവില്ല. 5 മാസം പ്രായമാകുമ്പോഴാണ് വാലിന്റെ അറ്റത്ത് രോമ വളർച്ച തുടങ്ങുന്നത്. 7 മാസമാകുമ്പോഴേക്കും ഇത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്നത്ര വളർച്ച കൈവരിക്കും. സാധാരണയായി ആൺസിംഹത്തിന് 150 മുതൽ 225 വരെ കിലോഗ്രാം ഭാരമുണ്ടാകും. പെൺസിംഹത്തിന് 120 മുതൽ 150 കിലോഗ്രാം വരെയുമാണ് ഭാരം. ശരാശരി ഭാരത്തിൽ ആണിന് 151 കിലോഗ്രാമും പെണ്ണിന് 126 കിലോഗ്രാമുമാണ്. മൗണ്ട് കെനിയക്കടുത്ത് വെടിവെച്ചിട്ട ഒരു സിംഹത്തിന് 272 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു. നീളം 5 അടി 7 ഇഞ്ച് മുതൽ 8 അടി 2 ഇഞ്ച് വരെ കാണും. 4 അടി 7 ഇഞ്ച് പെൺസിംഹത്തിനുണ്ടാകും. സട സിംഹത്തെ മറ്റു മാർജാര വംശത്തിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ട്. സട സിംഹത്തെ ഉള്ളതിലും വലിപ്പം കൂടുതലായി കാണിക്കാൻ സഹായിക്കുന്നു. സട ഉണ്ടാകുന്നതും അതിന്റെ നിറവും വലിപ്പവും പാരമ്പര്യമാണ്. അതുപോലെ കാലാവസ്ഥയും പ്രായവും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ പ്രവർത്തനം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി ഇരുണ്ടതും ഇടുങ്ങിയതുമായ സടയുള്ള സിംഹങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കും. ഇരുണ്ട സടയുള്ള സിംഹങ്ങൾ കൂടുതൽ പ്രത്യുൽപാദന ശേഷിയും അവയുടെ കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും ഉണ്ടായിരിക്കും. എന്നാൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇവയാണ്. ഒന്നിലധികം ആൺസിംഹങ്ങളാൽ നയിക്കപ്പെടുന്ന പ്രൈഡിൽ പെൺസിംഹങ്ങൾ കൂടുതൽ സടയുള്ള ആൺസിംഹങ്ങളുമായി ഇഷ്ടപ്പെടുന്നു. കൂട്ടയായി വേട്ടയാടുന്ന മൃഗമാണ് സിംഹമെന്ന് പറഞ്ഞിരുന്നു. പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നതിൽ മുൻപിൽ. സിംഹങ്ങൾക്ക് 59 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും. പക്ഷേ ഇത്രയും വേഗത്തിൽ കുറച്ചു ദൂരം മാത്രമേ ലഭിക്കൂ. അതുമൂലം ഇരകളുടെ വളരെ അടുത്തെത്തിയിട്ടേ സിംഹങ്ങൾ ആക്രമണം ആരംഭിക്കാറുള്ളൂ. സാധാരണ പുൽക്കൂട്ടങ്ങളോ അതുപോലെ മറവു നൽകുന്ന പ്രദേശങ്ങളിലോ വെച്ച് രാത്രി സമയമാണ് സിംഹങ്ങൾ വേട്ട നടത്തുക. 30 മീറ്റർ വരെ ഇരയുടെ അടുത്ത് പതുങ്ങിച്ചെന്നെത്തിയിട്ടേ വേട്ട ആരംഭിക്കാറുള്ളൂ. ഒരേ ഇരയെ തന്നെ പല ദിക്കിൽ നിന്നും പല സിംഹങ്ങൾ ഒരേ സമയം ആക്രമിക്കുന്നു. ആക്രമണങ്ങൾ ചെറുതും ശക്തവുമായിരിക്കും. ഓടിച്ചെന്ന് ഇരയുടെ അടുത്ത് ചാടി വീഴുകയാണ് സാധാരണ അക്രമതന്ത്രം. ഇരയുടെ കഴുത്തിൽ പിടിമുറുക്കി ചെറിയ ഇരകളാണെങ്കിൽ കഴുത്തൊടിച്ചും വലിയവയാണെങ്കിൽ ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുക. ശക്തമായ താടിയില് സിംഹങ്ങളെ ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട്. സിംഹം എന്ന് പറയുന്നത് ശക്തിയുടെയും പൗരുഷത്തിന്റെയും അടയാളമായിട്ടാണ് കരുതുന്നത്. പുരാതന കാലം മുതൽക്കേ ഇതുണ്ട്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള രൂപങ്ങൾ സ്ഫിങ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നതൊന്നാണ്. സിംഹം ശക്തിയുടെയും പൗരുഷത്തിന്റെയും പ്രതീകമാണ്.